Complex numbers. A number of the form a plus ib, where a and b are real numbers and I equal to root minus 1 is called a complex number. അപ്പോൾ എ പ്ലസ് ഐ ബി എന്ന രൂപത്തിൽ എയും ബിയും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഐയുടെ വാല്യൂ റൂട്ട് മൈനസ് 1. എ പ്ലസ് ഐ ബി എന്ന രൂപത്തിൽ എഴുതുന്ന നമ്പേഴ്സിനെയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. സാധാരണ ഈ കോംപ്ലക്സ് നമ്പേഴ്സിനെ സ്മോൾ ലെറ്റർ ഇസഡ് കൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത്. എ പ്ലസ് ഐ ബി എന്ന കോംപ്ലക്സ് നമ്പറിലെ എ ഈ നമ്പറിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നു, ബി ഈ നമ്പറിൻ്റെ ഇമാജിനറി പാർട്ട് എന്നും അറിയപ്പെടുന്നു. എ പ്ലസ് ഐ ബി എന്ന കോംപ്ലക്സ് നമ്പറിൽ എ റിയൽ പാർട്ടും ബി ഇമാജിനറി പാർട്ടും ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം: ഫോർ ദി കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി, എ ഈസ് കോൾഡ് ദി റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഡിനോട്ടഡ് ബൈ ആർ ഇ ഓഫ് ഇസഡ്. റിയൽ പാർട്ട് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്, ആർ ഇ ഓഫ് ഇസഡ് എന്ന് സൂചിപ്പിക്കാം. ആൻഡ് ബി ഈസ് കോൾഡ് ദി ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ആൻഡ് ഡിനോട്ടഡ് ബൈ ഐ എം ഓഫ് ഇസഡ്. ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്നുള്ളത് ഐ എം ഓഫ് ഇസഡ് നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ എയെ റിയൽ പാർട്ടെന്നും ബി എ ഇമാജിനറി പാർട്ടെന്നും പറയുന്നു. എക്സാമ്പിൾ: ഫോർ ഇസഡ് ഈക്വൽ ടു 2 പ്ലസ് i3. ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്. ദെൻ എ പ്ലസ് ഐ ബി എന്നുള്ള രൂപത്തിലാണ്. എ 2ഉം ബി 3യുമാണ്. അപ്പോൾ റിയൽ പാർട്ട് ആർ ഇ ഓഫ് ഇസഡ് എന്ന് എഴുതാം. ആർ ഇ ഓഫ് ഇസഡ് ഈക്വൽ ടു 2 ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ഈക്വൽ ടു 3. Now consider the complex number z equal to a plus ib. Consider z equal to a plus ib. ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്. ഇതിൽ എയും ബിയും റിയൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. ബി 0 ആണെങ്കിൽ ഇതിന് ഇമാജിനറി പാർട്ട് ഉണ്ടാവില്ല. അപ്പോൾ z ഈക്വൽ ടു എ എന്ന് വരും. ആ കേസിൽ ഇതിനെ ഒരു പ്യുവർലി റിയൽ നമ്പർ എന്ന് നമുക്ക് പറയാം. ഇഫ് ബി ഈക്വൽ ടു 0, ദെൻ z ഈക്വൽ ടു എ and is called a purely real number. ഇന്ന് റിയൽ പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇമാജിനറി പാർട്ട് ഇല്ല. ഇനി ഇഫ് ഇതിനകത്ത് എ ആണ് 0 ആണെങ്കിൽ, ഇഫ് എ ഈക്വൽ ടു 0, ദെൻ ഇസഡ് ഈക്വൽ ടു ഐ ബി എന്ന് വരും. എ 0 ആണെങ്കിൽ ഇസഡ് ഈക്വൽ ടു ഐ ബി. കേസിൽ ഇതൊരു പ്യുവർലി ഇമാജിനറി നമ്പറാണെന്ന് ഓർക്കുക. ഒരു റിയൽ നമ്പറിൻ്റെ കൂടെ ഐയും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു ഇമാജിനറി നമ്പറാവും. അപ്പോൾ ഇതൊരു പ്യുവർലി ഇമാജിനറി നമ്പറാണ്. ആൻഡ് ഈസ് കോൾഡ് എ പ്യുവർലി ഇമാജിനറി നമ്പർ. ഇനി എയും ബിയും ഒരുമിച്ച് 0 ആവുകയാണെങ്കിൽ z ഈക്വൽ ടു 0 പ്ലസ് ഐ 0 എന്ന് വരും. ആ കേസിൽ നമ്മളതിന് കോംപ്ലക്സ് നമ്പർ 0 ആയിട്ട് പരിഗണിക്കും. ഇഫ് എ ഈക്വൽ ടു 0 ആൻഡ് ബി ഈക്വൽ ടു 0, ദെൻ z ഈക്വൽ ടു 0 പ്ലസ് ഐ 0 ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ മതി. ഈക്വൽ ടു 0, ദി കോംപ്ലക്സ് നമ്പർ 0. ഇനി രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആകണമെങ്കിൽ നോക്കുക. 2 കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് ഒരെണ്ണത്തിന് z1 എടുക്കാം. z1 ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആൻഡ് അനദർ വൺ z2 ഈക്വൽ ടു സി പ്ലസ് ഐ ഡി ആർ ഈക്വൽ. ഇപ്പോൾ z1 z2 ഈക്വൽ ആകാനുള്ള കണ്ടീഷനാണ് പറയുന്നത്. ഇഫ് പിയുടെ റിയൽ പാർട്സ് ഈക്വൽ ആയിരിക്കണം. റിയൽ പാർട്സ് ഈക്വൽ ആണെങ്കിൽ എയും സിയും ഈക്വൽ ആയിരിക്കണം. എ ഈക്വൽ ടു സി ആൻഡ് അതുപോലെ ഇമാജിനറി പാർട്സ് ഈക്വൽ ആയിരിക്കണം. ഇവിടുത്തെ ഇമാജിനറി പാർട്ട് ബിയും z2ൻ്റെ ഇമാജിനറി പാർട്ട് ഡിയുമാണ്. അപ്പോൾ ബിയും ഡിയും ഈക്വൽ ആയിരിക്കണം. അതായത് 2 കോംപ്ലക്സ് നമ്പേഴ്സ് z1 ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആൻഡ് z2 ഈക്വൽ ടു സി പ്ലസ് ഐ ഡി ആർ ഈക്വൽ ഇഫ് എ ഈക്വൽ ടു സി ആൻഡ് ബി ഈക്വൽ ടു ഡി. അതായത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ അവയുടെ രണ്ടിൻ്റെയും റിയൽ പാർട്ടുകൾ ഈക്വൽ ആയിരിക്കണം. അതുപോലെ രണ്ടിൻ്റെയും ഇമാജിനറി പാർട്ടുകൾ ഈക്വൽ ആയിരിക്കണം. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഇതാണ്:
if 4x plus I into 3x minus y equal to 3 plus I into minus 6, where x and y are real numbers, find the values of x and y. നമുക്ക് തന്നിട്ടുണ്ട് ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണ്. ഗിവൺ 4x plus I into 3x minus y equal to 3 plus I into minus 6. ദെൻ നമുക്കറിയാം രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ അവയുടെ റിയൽ പാർട്സ് ഈക്വൽ ആയിരിക്കും, അതുപോലെ അവയുടെ ഇമാജിനറി പാർട്സ് ഈക്വൽ ആയിരിക്കും. Equating real parts, രണ്ട് സെല്ലിന് റിയൽ പാർട്സ് ഈക്വൽ ആകുമ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ട് 4x അവർക്ക് ഇവിടുത്തെ റിയൽ പാർട്ട് 4x ആണ്, ഇവിടെ 3 ആണ്. 4x equal to 3, we get 4x equal to 3. 4x 3 ആണെങ്കിൽ therefore x equal to എന്ത് കിട്ടും? 4നെ എപ്പോഴായിട്ടുണ്ട് നമ്പർ 3/4 വരും. ദെൻ ഇതുപോലെ നമുക്ക് ഇമാജിനറി പാർട്ട് ചെയ്യാം. ഗെറ്റിംഗ് ഇമാജിനറി പാർട്സ്, ഇമാജിനറി പാർട്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇമാജിനറി പാർട്ട് ഐയുടെ കൂടെ വരുന്ന നമ്പർ 3x മൈനസ് വൈ, ഇവിടെ -6. 3x മൈനസ് വൈ ഈക്വൽ ടു -6. നമുക്ക് y ആണ് വേണ്ടത്. നമുക്ക് ഈ y റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ഇവിടെ -y ആയിരുന്നത് ഇവിടെ വരുമ്പോൾ +y ആവും. അപ്പോൾ 3x ഈക്വൽ ടു -6 + y എന്ന് കിട്ടും. ദാറ്റ് ഈസ് 3x ഈക്വൽ ടു -6 + y എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓർ y is equal to ഈ -6 ഇവിടെ വരുമ്പോൾ 3x + 6 എന്നാവും. നമുക്ക് y is equal to 3x + 6 എന്ന് എഴുതാം. Therefore y is equal to 3x + 6. ഇനി എക്സിൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കാമല്ലോ. എക്സിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? 3/4 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 3 × 3/4 + 6. ദാറ്റ് ഈസ് 9/4 + 6. ദെൻ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പോൾ 4 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യാൻ വേണം. ഇറ്റ് ഈസ് ഈക്വൽ ടു 9/4 + 6 × 4/4 ഈക്വൽ ടു 9 + 24 കോമൺ ഡിനോമിനേറ്റർ 4. 24 9 33/4. Therefore x equal to 3/4 and y is equal to 33/4. ഓക്കെ. ഇനി റിയൽ നമ്പേഴ്സുമായിട്ട് കോംപ്ലക്സ് നമ്പേഴ്സിനുള്ള ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് ഒന്ന് നോക്കാം. നമുക്ക് രണ്ട് റിയൽ നമ്പേഴ്സ് കമ്പയർ ചെയ്യാം. അതായത് രണ്ട് നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ വലുതാണ് അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ ചെറുതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് we can compare two real numbers using the symbols less than or greater than, like 2 less than 5 or 7 greater than 4. ഇതൊക്കെ നമുക്ക് ഈ രൂപത്തിൽ കമ്പയർ ചെയ്യാം. പക്ഷേ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് ഈ സിമ്പിൾസ് യൂസ് ചെയ്ത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതായത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ വലുതാണ് അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ ചെറുതാണ് എന്ന് പറയാൻ സാധിക്കില്ല. We cannot compare അതായത് we cannot compare two complex numbers using the symbols less than or greater than. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് കിട്ടിയാൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ വലുതാണോ ചെറുതാണോ എന്ന് പറയാൻ സാധിക്കില്ല. കോംപ്ലക്സ് നമ്പേഴ്സ് ആ രീതിയിൽ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് രണ്ടിൻ്റെയും റിയൽ പാർട്സ് ഈക്വൽ ആയിരിക്കണം, രണ്ടിൻ്റെയും ഇമാജിനറി പാർട്സ് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ ഒന്ന് മറ്റൊന്നിനേക്കാൾ വലുതെന്നോ ചെറുതെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. നെക്സ്റ്റ് ടോപ്പിക്, അർഗൻ പ്ലെയിൻ ഓർ കോംപ്ലക്സ് പ്ലെയിൻ. നമുക്ക് നമ്പേഴ്സ് റിയൽ നമ്പേഴ്സിനെ നമ്മളൊരു ലൈനിൽ അടയാളപ്പെടുത്താറുണ്ട്.
അങ്ങനെ ലൈനിൽ അടയാളപ്പെടുത്തുമ്പോൾ അതിനെ റിയൽ ലൈൻ എന്ന് നമ്മൾ പറയാറുമുണ്ട്. ഇതേ രീതിയിൽ കോംപ്ലക്സ് നമ്പേഴ്സിനെ നമുക്ക് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്താം. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തണമെങ്കിൽ നമുക്ക് ഒരു ലൈൻ പറ്റില്ല, പകരം ഒരു പ്ലെയിൻ വേണം. 2 ആക്സുകൾ XY ആക്സുകൾ വരച്ചിരിക്കുന്ന ഒരു പ്ലെയിൻ വേണം. സാധാരണയായിട്ട് ഇങ്ങനെ X ആക്സും Y ആക്സും വെച്ചിരിക്കുന്ന പ്ലെയിനെ XY പ്ലെയിൻ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പേഴ്സിനെ ഈ പ്ലെയിനിൽ അടയാളപ്പെടുത്തുന്നതെന്ന് നോക്കാം. കൺസിഡർ ദി കോംപ്ലക്സ് നമ്പർ Z equal to X plus IY. Z equal to X plus IY എന്ന കോംപ്ലക്സ് നമ്പർ നോക്കുക. ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് എക്സ്, ഇമാജിനറി പാർട്ട് വൈ ആണ്. ഈ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉപയോഗിച്ച് നമുക്കൊരു ഓർഡേഡ് പെയർ ഫോം ചെയ്യാം. അപ്പോൾ ഓർഡേഡ് പെയർ XY എന്നുള്ള ഓർഡേഡ് പെയർ, ആ ഓർഡേഡ് പെയറിന് നമ്മുടെ ഈ പ്ലെയിനിലെ ഒരു പോയിൻ്റ് ആയിരിക്കുമല്ലോ. കാരണം XY എന്നുള്ള ഏത് ഓർഡേഡ് പെയർ കിട്ടിയാലും അത് നമുക്ക് ഈ പ്ലെയിനിലെ ഒരു പോയിൻ്റായിട്ട് അടയാളപ്പെടുത്താൻ അറിയാം. അപ്പോൾ നമുക്ക് ഈ കോംപ്ലക്സ് നമ്പർ ഇസഡിൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഉപയോഗിച്ച് ഒരു ഓർഡേഡ് പെയർ രൂപീകരിക്കാം. ആ ഓർഡേഡ് പെയറിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പോയിൻ്റ് ഈ പ്ലെയിനിലുണ്ടാവും. ദെൻ കറസ്പോണ്ടിങ് ടു ദി ഓർഡേഡ് പെയർ XY. ഇപ്പോൾ ഈ ഓർഡർ പെയർ XY രൂപീകരിച്ച് എങ്ങനെയെന്ന് നോക്കുക. ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടാണ് ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് എലമെൻ്റായിട്ട് ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ട്. ദർ ഈസ് എ പോയിൻറ്റ് ആ പോയിന്റ് നമുക്ക് P എന്ന് പേര് കൊടുക്കാം. PXY ഇൻ ദി XY പ്ലെയിൻ. XY പ്ലെയിൻ എന്താണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. X ആക്സും Y ആക്സും വരച്ചിരിക്കുന്ന പ്ലെയിനെയാണ് നമ്മൾ XY പ്ലെയിൻ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഈ PXY എന്ന പോയിൻ്റാണ് Z equal to S plus IY എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ ഗ്രാഫിക് geometrical representation. Thus, the point PXY represents the complex number Z equal to X plus IY geometrically. ഇപ്പോൾ Z equal to S plus IY എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ ജോമെട്രിക്കൽ ആയിട്ട് PXY എന്ന പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ കൺസിഡർ Z equal to 2 plus 3i. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഓർഡേഡ് പെയർ നമുക്ക് കണ്ടെത്താമല്ലോ. ദി കറസ്പോണ്ടിങ് ഓർഡേഡ് പെയർ ഈസ് നോക്കുക. ഓർഡേഡ് പെയർ എങ്ങനെയാണ് ഇരിക്കുന്നത്? അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ റിയൽ പാർട്ടായിരിക്കണം, അതായത് 2. ദെൻ സെക്കൻഡ് ഓർഡർ പെയറിലെ സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് ഇവിടുത്തെ ഇമാജിനറി പാർട്ട്, അപ്പോൾ 3, 2, 3. ഇതാണ് 2, 3 എന്നുള്ള ഓർഡർ പെയർ. അപ്പോൾ ഈ ഓർഡർ പെയറിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പോയിന്റ് നമുക്ക് ഈ XY പ്ലെയിനിൽ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 2 ആയിട്ടും വൈ കോർഡിനേറ്റ് 3 ആയിട്ട്, എക്സ് കോർഡിനേറ്റ് 2ഉം വൈ കോർഡിനേറ്റ് 3ഉം വരുന്ന പോയിന്റ് എവിടെ വരും നോക്കുക. ഇതായിരിക്കും 2, 3 എന്നുള്ള പോയിന്റ്. അതിന് നമുക്ക് A എന്ന് പേര് കൊടുക്കാം. അപ്പോൾ A 2, 3. ഈ പോയിൻ്റാണ് 2 plus 3i എന്ന കോംപ്ലക്സ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് XY പ്ലെയിനിൻ്റെ പോയിന്റ്. ദെൻ ദി പോയിന്റ് A23 is the geometrical representation of the complex number
ഇസഡ് ഈക്വൽ ടു 2 പ്ലസ് 3i. ഇപ്പോൾ ഇതേ രീതിയിൽ ഏത് കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈക്വൽ ടു എസ് പ്ലസ് ഐ വൈ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ റിയൽ പാർട്ട് എക്സ് കോർഡിനേറ്റ് ആകുന്നു, ഇമാജിനറി പാർട്ട് വൈ കോർഡിനേറ്റ് ആകുന്നു വിധത്തിൽ ഒരു പോയിൻ്റ് നമുക്ക് ഈ എക്സ് വൈ പ്ലെയിനിൽ കണ്ടുപിടിക്കാം. അതേപോലെ എക്സ് വൈ പ്ലെയിനിലെ ഏത് പോയിൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു കോംപ്ലക്സ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാം. ആ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ആ പോയിൻ്റിൻ്റെ എക്സ് കോർഡിനേറ്റും ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഈ പോയിൻ്റ് എക്സ് വൈ പ്ലെയിനിലെ പോയിൻ്റിൻ്റെ വൈ കോർഡിനേറ്റും ആയിരിക്കും. Thus, to each complex number z equal to s plus iy, we can find a point pxy in the xy plane whose x coordinate is real part of z and y coordinate is the imaginary part of z. അതായത് എസ് പ്ലസ് ഐ വൈ എന്ന ഏത് കോംപ്ലക്സ് നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പി എക്സ് വൈ എന്നൊരു പോയിന്റ് നമുക്ക് എക്സ് വൈ പ്ലെയിനിൽ കണ്ടുപിടിക്കാം. ആ പോയിൻ്റ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇസഡിൻ്റെ റിയൽ പാർട്ടിനോടും വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇസഡിൻ്റെ ഇമാജിനറി പാർട്ടിനോടും ഈക്വൽ ആയിരിക്കും. തിരിച്ച് to each point pxy in the xy plane, we can find a complex number whose real part is the x coordinate of p and imaginary part is the y coordinate of p. ഏത് pxy എന്ന ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് എക്സ് വൈ പ്ലെയിനിൽ ഏത് പോയിൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കോംപ്ലക്സ് നമ്പർ കണ്ടുപിടിക്കാം. ആ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് ഈ പോയിൻ്റ് എക്സ് കോർഡിനേറ്റും ഇമാജിനറി പാർട്ട് പോയിൻ്റ് വൈ കോർഡിനേറ്റും ആയിരിക്കും. അങ്ങനെ ഏത് കോംപ്ലക്സ് നമ്പേഴ്സും എക്സ് വൈ പ്ലെയിനിലെ പോയിൻറ്റ്സും തമ്മിലൊരു ബന്ധം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ രീതിയിൽ ഒരു പ്ലെയിനിലെ എല്ലാ പോയിൻറ്റിനും ഒരു കോംപ്ലക്സ് നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് പ്ലെയിനിനെ കോംപ്ലക്സ് പ്ലെയിൻ അല്ലെങ്കിൽ ആർഗൻ പ്ലെയിൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ എക്സ് വൈ പ്ലെയിൻ എന്നല്ല ഇനിയിപ്പോൾ പറയുന്നത്, ഇതിനെ ആർഗൻ പ്ലെയിൻ ഓർ കോംപ്ലക്സ് പ്ലെയിൻ എന്നായിരിക്കും ഇനി വിളിക്കുക. നമുക്കിങ്ങനെ എഴുതാം: The plane having a complex number assigned to each of its point is called a complex plane or the argand plane. അപ്പോൾ ഇനി മുതൽ കോംപ്ലക്സ് നമ്പേഴ്സ് മാർക്ക് ചെയ്ത പ്ലെയിനിനെ നമ്മൾ ആർഗൻ പ്ലെയിൻ ഓർ കോംപ്ലക്സ് പ്ലെയിൻ എന്നാണ് വിളിക്കുക. ഇനി ഈ ആർഗൻ പ്ലെയിനിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഈ എക്സ് ആക്സിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കോർഡിനേറ്റ്സ് A0 എന്നുള്ള രൂപത്തിലായിരിക്കും. കാരണം എക്സ് ആക്സിലെ ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കുമല്ലോ. അപ്പോൾ ഏത് പോയിന്റ് എടുത്താലും A0 എന്നുള്ള രൂപത്തിലായിരിക്കും. ഈച്ച് പോയിന്റ് ഓൺ എക്സ് ആക്സിസ് ഈസ് ഓഫ് ദി ഫോം A0. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പർ ഏതായിരിക്കും? ആൻഡ് ദി കറസ്പോണ്ടിങ് complex numbers are of the form z equal to a. നോക്കുക, ഇവിടെ ഇമാജിനറി പാർട്ട് ഇല്ല, ഇമാജിനറി പാർട്ട് 0 ആണ്. അതുകൊണ്ട് ഒരു പ്യുവർലി റിയൽ നമ്പറാണ്. ആൻഡ് ഈസ് എ പ്യുവർലി റിയൽ നമ്പർ. ഇപ്പോൾ എക്സ് ആക്സിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു റിയൽ നമ്പേഴ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്കറിയാം വൈ ആക്സിലെ പോയിൻറ്റ്സിൻ്റെ എല്ലാം എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അതായത് പോയിൻറ്റ്സ് ഓൺ വൈ ആക്സിസ് ഈസ് ഓഫ് ദി ഫോം 0b വിച്ച് റെപ്രസെൻറ്റ്സ്. ഇപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്താൽ അതിന് റിയൽ പാർട്ട് 0 ആയിരിക്കും, ഇമാജിനറി പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. വിച്ച് റെപ്രസെൻറ്റ്സ് കോംപ്ലക്സ് നമ്പേഴ്സ് ഓഫ് ദി ഫോം z ഈക്വൽ ടു IB. കാരണം റിയൽ പാർട്ട് 0 ആയതുകൊണ്ട്. ഇത് ഒരു ഇമാജിനറി നമ്പേഴ്സ് ആണല്ലോ. ദി ഇമാജിനറി പ്യുവർലി ഇമാജിനറി നമ്പേഴ്സ്, പ്യുവർലി ഇമാജിനറി നമ്പേഴ്സ്. അപ്പോൾ വൈ ആക്സിലെ എക്സ് ആക്സിലെ പോയിൻറ്റ്സ് എല്ലാം റിയൽ
നമ്പേഴ്സിനെയും പ്യുവർലി റിയൽ ആയിട്ടുള്ള നമ്പേഴ്സിനെയും ദെൻ വൈ ആക്സിലെ പോയിന്റ്സ് എല്ലാം പ്യുവർലി ഇമാജിനറി നമ്പേഴ്സിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ദസ് പോയിന്റ്സ് ഓൺ എക്സ് ആക്സിസ് represents purely real numbers and points on y-axis represents purely imaginary numbers. അപ്പോൾ ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ കോംപ്ലക്സ് പ്ലെയിൻ അല്ലെങ്കിൽ അർഗൻ പ്ലെയിനിലെ എക്സ് ആക്സിനെ റിയൽ ആക്സിസ് എന്നും വൈ ആക്സിനെ ഇമാജിനറി ആക്സിസ് എന്നും പറയുന്നു. ദി എക്സ് ആക്സിസ് ഇൻ ദി അർഗൻ പ്ലെയിൻ The x-axis in the Argand plane is called the real axis and the y-axis in the Argand plane is called the imaginary axis. Okay.